വിദ്യാർത്ഥി നേതാവെന്ന നിലയിൽ പുതിയ വോട്ടർമാർ, വിദ്യാർത്ഥികൾ എന്ത് തരം കാഴ്ചപ്പാടിലൂടെയാകും പോവുക ഈ തെരഞ്ഞെടുപ്പിൽ? രാജ്യത്തിനകത്തൊരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യം നിലനിൽക്കണമോ, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രമായി, ഒരു ഹിന്ദു രാഷ്ട്രമായി ഇത് പരിവർത്തനപ്പെടുത്തണമോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനകത്ത് BJP കഴിഞ്ഞ 10 വർഷ കാലയളവിൽ നടപ്പിലാക്കിയിട്ടുള്ള കോർപ്പറേറ്റ് അനുകൂലമായിട്ടുള്ള നിലപാടുകളും വർഗീയവൽക്കരണത്തെ സംബന്ധിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ നാം എല്ലാവരും കഴിഞ്ഞ കാലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാവുന്നതുമാണ്. ആ നിലയിൽ രാജ്യത്തിനകത്ത് BJP തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യമെന്ന നിലയിൽ ഇന്ത്യ മുമ്പോട്ട് പോകേണ്ടതില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത്തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംവിധാനങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്തെ ഛിന്നഭിന്നമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി ഏറ്റവും ഒടുവിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ വരെ ഈ രാജ്യത്തിനകത്ത് അവർ തയ്യാറെടുത്തിരിക്കുകയാണ്. അങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അടിസ്ഥാന സ്വഭാവത്തിന് വിരുദ്ധമായിട്ടുള്ള മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തിനകത്തെ സംവിധാനങ്ങളെ മാറ്റിയെടുക്കുന്ന ഒരു സമീപനം ഈ രാജ്യത്തിനകത്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിനെതിരായിട്ട് നിലപാടെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷം മുമ്പോട്ട് വരുന്നത്. തീർച്ചയായും ഇടതുപക്ഷത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥി സമൂഹം നിൽക്കുമെന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. രാജ്യത്തിനകത്ത് ആദ്യമായി ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. അതിനെതിരെ പ്രമേയം പാസാക്കിയ നിയമസഭയാണ് കേരളത്തിലെ നിയമസഭ എന്ന് പറയുന്നത്. ഇതായിപ്പം സുപ്രീം കോടതിയിലേക്ക് ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഭരണഘടനാ സാധുതയുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വരുന്ന സാഹചര്യവുമുണ്ട്. അതേസമയം UDFൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തിനകത്തെ കോൺഗ്രസിൻ്റെ AICCയുടെ പ്രസിഡന്റിനോട് ചോദിച്ചു, മല്ലികാർജുൻ ഖാർഗെയോട് പൗരത്വ ഭേദഗതി നിയമം നിങ്ങൾ അധികാരത്തിൽ വന്നാൽ മാറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? അദ്ദേഹം പറഞ്ഞ മറുപടി ഞങ്ങൾ രാത്രിയിലൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്നുള്ളതാണ്. ഈ രാജ്യത്തെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ ഒഴികെയുള്ള മറ്റ് മതസ്ഥരെയെല്ലാം തന്നെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന നിലയിലേക്ക് രാജ്യത്തിനകത്തെ മുഴുവൻ ജനതയെയും വെട്ടിക്കീറി മുറിക്കാനായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഒരു നയമാണ് ഈ BJPയുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിനെതിരെ ശക്തമായി നിലപാടെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഏകപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. ആ നിലയിൽ ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ കേരളത്തിനകത്തെ വിദ്യാർത്ഥി സമൂഹം നിൽക്കും.